wasn't the Maitri performance fantastic? ചേച്ചി മൈത്രി കണ്ടുവോ? തീർച്ചയായും മലയാളത്തിൻ്റെ മൈത്രി അതിൻ്റെ എല്ലാ വർണ്ണങ്ങളോടും കൂടി നമ്മളിവിടെ കണ്ടു. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒട്ടുമിക്ക തനത് കലാരൂപങ്ങളും അതിൻ്റെ എല്ലാ വർണ്ണങ്ങളോടും കൂടി ഈ വേദിയിൽ വന്നുപോയി. ഇത്രയും മഹത്തായ ഒരു സാംസ്കാരിക പൈതൃകം നമ്മുടെ കൊച്ചു കേരളത്തിന്, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിനുണ്ട് എന്നുള്ളത് എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രിയങ്ക, എന്താണ് മൈത്രി കണ്ടിട്ട് പ്രിയങ്കയ്ക്ക് തോന്നുന്നത്? ശരിയാണ് രാധിക ചേച്ചി, ആ തിരുവാതിര കളി കണ്ടിട്ടും മാവേലി വന്നതും ഞാനിപ്പോൾ ഒരു കൊച്ചു കേരളത്തിലാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതുതന്നെയാണ് ഓണത്തിൻ്റെ പ്രത്യേകതയും. മലയാളിയുടെ കാൽപ്പനിക സങ്കല്പങ്ങളിൽ നിറയുന്ന ഏറ്റവും ഗൃഹാതുരമായ, ഏറ്റവും ചാരുതയാർന്ന ആഘോഷമാണ് ഓണം. കാലങ്ങൾ എത്ര മാറിയാലും, കാതങ്ങൾ എത്ര അകലെ ചെന്നാലും മായാത്തൊരു പൂക്കളമുണ്ട് ഓരോ മലയാളിയുടെ മനസ്സിലും. അതിന് തെളിവാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും. പക്ഷേ നമ്മുടെ ഇടയിൽ പ്രവാസികൾ മാത്രമല്ല ഉള്ളത്, ആണോ? അല്ല, കേരളത്തിൽ ജനിച്ചു വളർന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ, മനസ്സിൽ ഓണം കൊണ്ട് നടക്കുന്ന മറുനാടൻ മലയാളികളായ എന്നെ പോലെയുള്ള ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ ജനിച്ചു വളർന്നെങ്കിലും ഓണത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും ഉൾക്കൊണ്ട് ഓണം ഒരു ഉത്സവമാക്കി മാറ്റുന്ന പ്രിയങ്കയെ പോലെയുള്ള ഒരു ന്യൂ ജനറേഷൻ ഞങ്ങൾ രണ്ടുപേരും ഈ രണ്ട് വിഭാഗത്തിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. നമുക്ക് പ്രിയങ്കയോട് തന്നെ ചോദിക്കാം, ഓണത്തെപ്പറ്റി എന്താണ് പ്രിയങ്കയ്ക്ക് പറയാനുള്ളത്? ഇവിടെ ജനിച്ചു വളർന്ന എനിക്ക് ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന കേരളമാണ്. നമ്മൾ ഇവിടെ ഓണാഘോഷിക്കുമ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് നല്ലൊരു ഓണസദ്യ ഒരുക്കുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാംസിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഒരുപാട് മാസങ്ങൾ മുമ്പ് തുടങ്ങിയതാണ്. ആൻഡ് ദെൻ പൂക്കളം മത്സരം, പായസം കോമ്പറ്റീഷൻ, പിന്നെ എല്ലാ കലാപരിപാടികളും ഒരു പ്രധാന ഭാഗമാണ്. ആൻഡ് രാധിക ചേച്ചി, ഐ ക്യാൻ ഫർഗെറ്റ് നമ്മളുടെ മാവേലി വരുന്നതും തിരുവാതിര കളിയും. ആൻഡ് ദിസ് ഇയർ there was a തെയ്യം too. It's always what made Onam so special for me in my childhood. രാധിക ചേച്ചി നാട്ടിൽ വളർന്നതല്ലേ? അതെ, എനിക്ക് ഓണമെന്ന് പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമായൊരു ഓർമ്മയാണ് എനിക്ക് ഓണം എന്ന് പറയുന്നത്. കുന്നും മലയും പുഴയും നിറഞ്ഞ, വീടുകൾക്ക് ചുറ്റും വേലിക്കെട്ടുകളില്ലാത്ത ഒരു കൊച്ചു നാട്ടിൻപുറത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അവസാനത്തെ ഓണപ്പരീക്ഷ കഴിഞ്ഞ് ഇനി കുറേ നാൾ പുസ്തകം കൈകൊണ്ട് തൊടണ്ടല്ലോ എന്ന് ഓടിയാണ് വീട്ടിലോട്ട് വരുന്നത് തന്നെ. അതൊരു പ്രത്യേക സന്തോഷമാണ്. ആ സന്തോഷം എനിക്കിപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ. ഒരുപാട് കുട്ടികളും ഒരുപാട് കസിൻസും ഉണ്ടായിരുന്നു വീട്ടിൽ. എല്ലാവരും കൂടി തൊടിയിലും പറമ്പിലും എല്ലാം നടന്ന് മത്സരിച്ചാണ് പൂ പറിക്കുന്നതും ഓണപ്പൂക്കളം ഇടുന്നതും എല്ലാം. പിന്നെ ഇന്ന് എല്ലാ വീട്ടിലും കാണും ഒരു മിനിമം ഒരു 40 ഇഞ്ച് ഫ്ലാറ്റ് സ്ക്രീൻ TV. കുറഞ്ഞു പോയെന്ന് തോന്നുന്നു, ഒരു 50 ഇഞ്ച്. അതിന് LCD വേണോ LED വേണോ എന്നൊക്കെയാണ് കൺഫ്യൂഷൻ. പക്ഷേ അന്നത്തെ ആ ഒരു കാലത്ത് എൻ്റെ നാട്ടിൽ വല്യച്ഛനും ചെറിയച്ഛനും ഞങ്ങളുടെ എല്ലാ വീടുകളിലും കൂടി വല്യച്ഛൻ്റെ വീട്ടിൽ മാത്രം ഒരു TV ഉണ്ടായിരുന്നു. അത് കളറായത് ഞങ്ങളുടെ ഭാഗ്യം. അവിടെ എല്ലാവരും കൂടി TV കാണാൻ വരികയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ആ ഒരു ദൂരദർശൻ്റെ ഒരു ഓണക്കാലം എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടാവൂല്ലേ? ആ ഒരു ചിത്രഗീതം, സിനിമ, ഓണം സ്പെഷ്യൽ പ്രോഗ്രാംസ് എല്ലാം. പക്ഷേ അതൊരു TV കാണൽ മാത്രമായിരുന്നില്ല, ഒരു കൂട്ടായ്മയായിരുന്നു, ഒരു ഒത്തുചേരലായിരുന്നു. ഓണസദ്യയും തറവാട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഈ കുമ്മാട്ടിക്കളി, പുലികളി, അങ്ങനെ ഉള്ള ഓരോ സംഘങ്ങൾ വരും, അവിടെ സന്ദർശിക്കാൻ വരും. അതുപോലെ തന്നെ മുറ്റത്ത് ഊഞ്ഞാൽ കെട്ടിയിരിക്കും. അപ്പോൾ അവിടെ ആ ഊഞ്ഞാലിൽ ആടാൻ വേണ്ടി ഒരു മത്സരം, അല്ലെങ്കിൽ ഒരു വഴക്കും അടിപിടിയും എല്ലാം ഉണ്ടാവും കുട്ടികൾ തമ്മിൽ. അതായത് ഞങ്ങൾക്കാവുന്ന രീതിയിലുള്ള ഒരു ഓണത്തല്ലെല്ലാം അവിടെ ഉണ്ടാക്കും. അങ്ങനെ ഒരിക്കലും തിരിച്ചു വരാത്ത ഏറ്റവും നൊസ്റ്റാൾജിക്കായ ഒരു ഓർമ്മയാണ് എനിക്ക് ഓണം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മളുടെ ഓണത്തിൻ്റെ ചിന്തകൾ ഇത്രയും വ്യത്യസ്തമായതുപോലെ ആണെങ്കിൽ തന്നെയും ഇന്നിവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരേ മനസ്സോടെ ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനാണ്. ചേച്ചി പറഞ്ഞ പോലെ this next piece should bring back all your childhood memories. It's called India's Little Dancers and it was choreographed by Sitara Sunny. The participants are Aparna, Selin, Nevin, Ivan and Lisa. Please give them a warm welcome. Enjoy. Thank you.